വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച റംബൂട്ടാൻ കൃഷി ലാഭകരമാക്കി കൊടുമൺ എസ്റ്റേറ്റ്. 2014 ഇവിടെ ആദ്യമായി റംബൂട്ടാൻ കൃഷി ആരംഭിക്കുന്നത്. 600-ലധികം മരങ്ങളാണ് കൊടുമൺ എസ്റ്റേറ്റിന്റെ 2 ഡിവിഷനുകളിലായി മാത്രം കൃഷി ചെയ്യുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൊടുമൺ എസ്റ്റേറ്റിലെ പ്രധാന വരുമാന മാർഗം റബ്ബർ കൃഷി മാത്രമായിരുന്നു. വൈവിധ്യവൽക്കരണവും കൂടുതൽ വരുമാനവും ലക്ഷ്യമിട്ടാണ് റംബൂട്ടാൻ തൈകൾ 2014 നട്ടത്. നല്ലൊരു റവന്യൂ ഇയർലി തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഏകദേശം ഈ വർഷം വാർഷിക വരുമാനമായിട്ട് 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ റംബൂട്ടാനിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. 1000 മരത്തോളം ഏകദേശം 2 എസ്റ്റേറ്റിൽ ഇവിടെയും ചന്ദനപ്പള്ളി എസ്റ്റേറ്റ് അഡ്ജസ്റ്റൻ്റ് നമ്മുടെ തന്നെ ചന്ദനപ്പള്ളി എസ്റ്റേറ്റിൽ നിന്നും ഇവിടെ കൂടി ഏകദേശം 1000 മരത്തോളം ഉണ്ട്. അവിടെ നമുക്ക് ഈ റംബൂട്ടാനിൽ നിന്ന് തന്നെ 10-15 ലക്ഷം രൂപ വാർഷിക വരുമാനം ലഭിക്കുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഉൽപ്പാദനത്തിൽ ഇടിവ് സംഭവിച്ചു. കാലാവസ്ഥ വ്യതിയാനമാണ് പ്രധാന കാരണം. 2015-16 കാലഘട്ടത്തിലാണ് കോരുവള്ള ഡിവിഷനിൽ ആരംഭിക്കുകയും 18 എ ഡിവിഷനിൽ കൂടുതലായിട്ട് നട്ടുപിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കായ്ഫലം കുറവായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയും വിലയുടെ ലഭ്യതയും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇച്ചിരി വില കുറവായിട്ടാണ് കാണപ്പെടുന്നത്. വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധ കൃഷിയിനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ കുറഞ്ഞ മുതൽ മുടക്കിൽ കോർപ്പറേഷൻ ലാഭമുണ്ടാക്കാൻ റംബൂട്ടാൻ കൃഷി സഹായമാകുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. നിതിൻ തോമസ് ചേരുന്നുണ്ട് തത്സമയം. നിതിൻ, ഈ കൊടുമൺ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വിവാദങ്ങളുടെ റിപ്പോർട്ടുകളാണ് മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ അതൊക്കെ അങ്ങ് മാറ്റി നിർത്താം. ഇതാ കൃഷിയുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ ലാഭം കൊയ്യുകയാണ്. റംബൂട്ടാൻ കൃഷിയിലൂടെ വലിയ ലാഭം അവരെ തേടിയെത്തിയിരിക്കുകയാണ്. കൊടുമൺ എസ്റ്റേറ്റ് എന്ന് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിമാനത്താവള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഈ പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വരണമെന്ന് പറയുന്നതിൽ 3 സ്ഥലങ്ങളാണ് ആളുകൾ പ്രധാനമായിട്ടും പറയുന്നത്. അതിലൊരു സ്ഥലമാണ് കൊടുമൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ കൊടുമൺ എസ്റ്റേറ്റിൽ വിമാനത്താവളം വരണമെന്ന് പറയുന്നതിൽ പല വാദങ്ങളും, ഈ വാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് പല വാദങ്ങളും ഉണ്ട് താനും. എന്നാൽ നമ്മൾ ആ വാദങ്ങളിലേക്കൊന്നുമല്ല കടക്കുന്നത്. പകരം കൊടുമൺ എസ്റ്റേറ്റിൽ ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റബ്ബറാണ് പ്രധാന വരുമാനം. റബ്ബറിനൊപ്പം തന്നെ മറ്റ് ഇതര വരുമാനങ്ങൾ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് റംബൂട്ടാൻ കൃഷിയിലേക്കും ഒക്കെ കടന്നിരിക്കുന്നത്. വൈവിധ്യമാർന്ന കൃഷി എന്നുള്ള ഒരു ചിന്തയിൽ റംബൂട്ടാൻ, പ്ലാവ് ഉൾപ്പെടെ പല രീതിയിലുള്ള ഫലവൃക്ഷങ്ങൾ കൊടുമൺ എസ്റ്റേറ്റിൽ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ആദായവും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ റംബൂട്ടാൻ്റെ കാലമാണ്. ഇപ്പോൾ ഏകദേശം 600ഓളം മരങ്ങളാണ് ഫലമെടുക്കാൻ തക്ക രീതിയിൽ റെഡിയായി നിൽക്കുന്നത് കൊടുമൺ എസ്റ്റേറ്റിൽ മാത്രം. അത് കൂടാണ്ട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ തന്നെ അണ്ടറിൽ വരുന്ന ചന്ദനപ്പള്ളി എസ്റ്റേറ്റിൽ ഏകദേശം 350ഓളം റംബൂട്ടാൻ തൈകളുണ്ട്. തണ്ണിത്തോട് എസ്റ്റേറ്റിൽ 100 കണക്കിന് മരങ്ങളുമുണ്ട്. അപ്പോൾ ഈ റബ്ബറിനൊപ്പം തന്നെ മറ്റ് ഇതര വരുമാനങ്ങൾ കൂടെ കണ്ടെത്തുക, അല്ലെങ്കിൽ വൈവിധ്യമായ കൃഷികൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 2014 കൊടുമൺ എസ്റ്റേറ്റിൽ ഇത്തരത്തിൽ റംബൂട്ടാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്. അത് ആദ്യം ഒരു ഡിവിഷനിൽ വെച്ചു, പിന്നീട് 2019 മറ്റൊരു ഡിവിഷനിലേക്കും ഈ കൃഷി വ്യാപിപ്പിച്ചു. അപ്പോൾ വിമാനത്താവളം വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം അവിടെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. സർക്കാർ എന്തായാലും പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വിമാനത്താവളം വന്നാലും ഇല്ലെങ്കിലും നല്ല രീതിക്ക് തന്നെ കൃഷി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 50% സ്ഥലത്ത്